നമസ്കാരം. ന്യൂസ് ആൻഡ് മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിറിയൻ സഹായ ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കാൻ കുവൈത്തിനോട് ഐക്യരാഷ്ട്രസഭയുടെ അഭ്യർത്ഥന. നീക്കം മുമ്പ് നടത്തിയ 1-2 ഉച്ചകോടികൾ വൻ വിജയമായതിനെ തുടർന്ന് ഉച്ചകോടി അടുത്ത വർഷം ജനുവരിയിൽ. മീഡിയ 1 വാർത്തയ്ക്ക് ഫലം കണ്ടു. ഖത്തറിൽ ടാക്സി കമ്പനിയിലേക്ക് കൊണ്ടുവന്ന തൊഴിലാളികൾക്ക് 2 മാസത്തെ ശമ്പളം ലഭിച്ചു. പരിഹാരമായത് പോലീസ് ഇടപെട്ട് നടത്തിയ മധ്യസ്ഥ ശ്രമത്തിനൊടുവിൽ. സൗദിയിൽ ആരോഗ്യ മേഖലയിലേക്കുള്ള മുഴുവൻ വിദേശ റിക്രൂട്ട്മെന്റ് നടപടികളും അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കാൻ ആരോഗ്യമന്ത്രിയുടെ ഉത്തരവ്. വിലക്ക് എല്ലാ പ്രവിശ്യകളിലും ബാധകം. വിദേശ തൊഴിലാളികളുടെ യോഗ്യതയും വൈദഗ്ധ്യവും സംബന്ധിച്ച പുതിയ മാനദണ്ഡങ്ങൾ രൂപീകരിക്കുന്നതുവരെ വിലക്ക് തുടരും. പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം രൂക്ഷം. പാർലമെന്റ് മാർച്ചിൽ സംഘർഷം. 3 പേർ കൊല്ലപ്പെട്ടു. 400-ലേറെ പേർക്ക് പരിക്ക്. ഇസ്ലാമാബാദ് സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ. നവാസ് ഷെരീഫ് ലാഹോറിലേക്ക് മാറി. പട്ടാള മേധാവി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. വാർത്തകൾ വിശദമായി. അടുത്ത വർഷം ജനുവരിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന 3ാമത് സിറിയൻ സഹായ ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കാൻ കുവൈത്തിനോട് ഐക്യരാഷ്ട്രസഭയുടെ അഭ്യർത്ഥന. UN മുൻകൈയെടുത്ത് നടത്തിയ 1-2 ഉച്ചകോടിയിൽ വൻ വിജയമായതിനെ തുടർന്നാണ് 3ാമത് ഉച്ചകോടിക്കും കുവൈറ്റ് തന്നെ വേദി ഒരുക്കണമെന്ന് UN അഭ്യർത്ഥിച്ചത്. UN റെഫ്യൂജീസ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ അലക്സാണ്ടർ അലിൻകോഫാണ് തന്നെ സന്ദർശിച്ച കുവൈത്ത് പാർലമെന്റ് സ്പീക്കർ മർസൂഖ് അൽഗാനിമിനോട് ഈ അഭ്യർത്ഥന നടത്തിയത്. 1-2 സിറിയൻ സഹായ ഉച്ചകോടിക്ക് ആതിഥ്യം വഹിച്ചത് കുവൈത്തായിരുന്നു. ഇവ രണ്ടും സംഘടിപ്പിക്കുന്നതിലും ലോകരാജ്യങ്ങളിൽ നിന്ന് പരമാവധി സംഭാവന സ്വരുക്കൂട്ടുന്നതിലും കുവൈത്തിന്റെയും അമീർ ഷെയ്ഖ് സബാൽ അഹമ്മദ് അൽ സൊബാഹിന്റെയും പങ്ക് വിലമതിക്കാനാവാത്തതായിരുന്നുവെന്ന് അലിൻകോഫ് ചൂണ്ടിക്കാട്ടി. 2 ഉച്ചകോടികളിലായി $80 കോടി കുവൈത്ത് സംഭാവന നൽകുകയുമുണ്ടായി. യുണൈറ്റഡ് നാഷൻസ് ഓഫീസ് ഫോർ ദ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് അഥവാ OCHA മുൻകൈയെടുത്ത് ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ പ്ലഡ്ജിംഗ് കോൺഫറൻസ് ഫോർ സിറിയ എന്ന തലക്കെട്ടിലാണ് ഉച്ചകോടികൾ സംഘടിപ്പിക്കുന്നത്. പ്രഥമ ഉച്ചകോടിയിൽ $150 കോടി, 2ാം ഉച്ചകോടിയിൽ $240 കോടി സിറിയൻ പുനരധിവാസ നിധിയിലേക്ക് സമാഹരിക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിഞ്ഞിരുന്നു. സിറിയയിലെ പ്രതിസന്ധി അവസാനമില്ലാതെ തുടരുന്നതുമൂലം അഭയാർത്ഥികളുടെ എണ്ണവും അവരുടെ പ്രയാസങ്ങളും ദിനംപ്രതി വർദ്ധിക്കുന്നതാണ് അന്താരാഷ്ട്ര സമൂഹത്തെ കുഴക്കുന്നത്. ഈ വർഷം പകുതിയോടെ സിറിയക്കകത്തും അയൽരാജ്യങ്ങളിലുമായുള്ള അഭയാർത്ഥികളുടെ എണ്ണം 1 കോടി കവിഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് 3ാമത് ഉച്ചകോടിക്ക് ഐക്യരാഷ്ട്രസഭ ഒരുങ്ങുന്നത്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മുനീർ അഹമ്മദ് ഉണ്ട് കുവൈറ്റിൽ നിന്നും. മുനീർ, 1-2 ഉച്ചകോടികൾ വൻ വിജയമായി. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ തുക അന്ന് സ്വരൂപിക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 3ാമത് ഉച്ചകോടിക്കും കുവൈറ്റ് ആതിഥ്യം വരളാൻ ബാൻ കി മൂൺ ആവശ്യപ്പെടുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? റമീസ്, നമ്മൾ മനസ്സിലാക്കിയതുപോലെ 2013 ജനുവരി 30-നായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആഭ്യന്തര സംഘർഷത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന സിറിയൻ ജനതയെ സഹായിക്കാൻ വേണ്ടി ഉച്ചകോടി വിളിച്ചു ചേർത്തത്. ആദ്യ ഉച്ചകോടിയിൽ UN ലക്ഷ്യമിട്ട $150 കോടി സഹായ വാഗ്ദാനങ്ങൾ വിവിധ ലോകരാഷ്ട്രങ്ങൾ നൽകുകയുണ്ടായി. ആദ്യ ഉച്ചകോടിയുടെ വിജയത്തെ തുടർന്ന് UN സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ കുവൈത്ത് അമീറിനോട് അഭ്യർത്ഥിച്ചത് പ്രകാരം 2ാമതും കുവൈത്ത് അടുത്ത വർഷം 2014 ജനുവരി 15-ന് ഒരു ഉച്ചകോടിക്ക് കൂടി ആതിഥ്യം അരുളുകയുണ്ടായി. പക്ഷേ 2ാമത് ഉച്ചകോടിയിൽ സംഭാവനയായി വാഗ്ദാനം ലഭിച്ച തുക UN ലക്ഷ്യമിട്ട $240 കോടി ആയിരുന്നെങ്കിലും അത്ര തുക പിരിഞ്ഞു കിട്ടിയില്ല എന്നുള്ളത് UN നേതൃത്വത്തെ അലോസരപ്പെടുത്തിയിരുന്നു. ഏതായാലും 2 ഉച്ചകോടികളും വിജയകരമായി സമാപിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ 3ാമത് ഉച്ചകോടിക്ക് കൂടി കുവൈത്തിനോട് ആതിഥ്യം അരുളാൻ UN അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. മാത്രമല്ല, നമുക്കറിയാം, മേഖലയിലെ സംഘർഷം അനുഭവിക്കുന്ന രാജ്യങ്ങളുമായിട്ടുള്ള കുവൈത്തിന്റെ സമീപനം, സഹായങ്ങളും ജീവകാരുണ്യ സഹായങ്ങളൊക്കെ ലഭ്യമാക്കുന്ന കാര്യത്തിൽ കുവൈത്ത് എന്നും മുൻപന്തിയിൽ തന്നെയാണ്. നമുക്കറിയാം, 1 മാസം മുമ്പ് UN ലോകത്തിലെ മാനവികേതര കേന്ദ്രമെന്നാണ് കുവൈത്തിനെ വിശേഷിപ്പിച്ചത്. മാത്രമല്ല, ബഹുമാന്യ കുവൈത്ത് അമീറിനെ മാനവികതയുടെ നേതാവ് എന്ന ഒരു ആദരവ് കൂടെ UN നൽകുകയുണ്ടായി. ഏതായാലും UN സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ ഔദ്യോഗികമായിട്ട് കുവൈത്ത് അമീറിനോട് ആവശ്യപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന സൂചന. കുവൈത്തിൽ നിന്നും സന്ദർശനം നടത്തിയ പാർലമെന്റ് സ്പീക്കർ മർസൂഖ് അൽഗാനിമിനോട് അനൗപചാരികമായ ഒരു സംഭാഷണത്തിനിടയിൽ ആണ് UN റെഫ്യൂജീസ് ഹൈക്കമ്മീഷണർ ഇക്കാര്യം സൂചിപ്പിച്ചത്. ഏതായാലും കുവൈത്ത് ഈ ഒരു ആവശ്യത്തെ സ്വാഗതം ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റമീസ്, മുനീർ അഹമ്മദാണ് കുവൈറ്റിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.
ഖത്തറിൽ ടാക്സി കമ്പനിയിലേക്ക് കൊണ്ടുവന്ന തൊഴിലാളികൾക്ക് 2 മാസത്തെ ശമ്പളം ലഭിച്ചു. ശമ്പളം ലഭിക്കുന്നില്ലെന്ന പരാതിയിൽ പോലീസ് ഇടപെട്ട് നടത്തിയ മധ്യസ്ഥ ശ്രമത്തിനൊടുവിലാണ് അടിസ്ഥാന ശമ്പളം നൽകാൻ കമ്പനി തീരുമാനിച്ചത്. അതിനിടെ ഇവരുടെ പ്രശ്നത്തിലിടപെട്ട ഇന്ത്യൻ എംബസി തിരിച്ചു പോകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ട്രാവൽ ഏജൻസിയോട് ആവശ്യപ്പെട്ടതായി ദോഹയിലെ ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ശശികുമാർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഖത്തറിലെത്തി 2 മാസമായിട്ടും വാഗ്ദാനം ചെയ്ത ജോലിയോ ശമ്പളമോ ലഭിക്കാത്ത 150 മലയാളികളടക്കം 300ഓളം തൊഴിലാളികളുടെ പ്രശ്നം കഴിഞ്ഞ ദിവസം മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. ടാക്സി കമ്പനിയിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും ട്രാവൽ ഏജൻസികൾ മുഖേന ഇവരെ ഖത്തറിലെത്തിച്ചത്. എന്നാൽ 2 മാസം കഴിഞ്ഞിട്ടും ശമ്പളം ലഭിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്ന് പോലീസ് പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു. ഇതേ തുടർന്നാണ് അടിസ്ഥാന ശമ്പളമായ 900 റിയാൽ വീതം 2 മാസത്തെ ശമ്പളം തൊഴിലാളികൾക്ക് നൽകാൻ കമ്പനി തയ്യാറായത്. അതേസമയം കമ്പനി എന്ന് പ്രവർത്തനം തുടങ്ങുമെന്ന് അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഈ ശമ്പളത്തിന് ജോലി ചെയ്യാൻ താൽപ്പര്യമില്ലാത്തവരെ നാട്ടിലേക്ക് കയറ്റി അയക്കാമെന്നും കമ്പനി അധികൃതർ പറഞ്ഞതായി തൊഴിലാളികൾ പറഞ്ഞു. ഇതനുസരിച്ച് 60-ലധികം തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവർക്ക് നഷ്ടപരിഹാരം നൽകാൻ റിക്രൂട്ട് ചെയ്ത ട്രാവൽ ഏജൻസിയോട് ആവശ്യപ്പെട്ടതായി ഖത്തറിലെ ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ശശികുമാർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. അത് അവരുടെ കേസ് നമ്മൾ ഓഫ് കോഴ്സ് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റുമായിട്ട്. അത് ഇൻഫാക്ട് ഗവൺമെന്റുമായിട്ട് മാത്രമല്ല അവരെ അയച്ച ഏജൻസിയുമായിട്ട് നമ്മൾ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരെ ഖത്തറിലേക്ക് അയച്ച ട്രാവൽ ഏജൻസിയുടെ ലൈസൻസ് കാലാവധി കഴിഞ്ഞതായും ശശികുമാർ പറഞ്ഞു. നമുക്കറിയാൻ കഴിഞ്ഞത് അവര് ഇൻഫാക്ട് ലൈസൻസ് എക്സ്പയർ ആയിരിക്കുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അത് അവർ റിന്യൂ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മുജീബ് റഹ്മാൻ, മീഡിയ വൺ, ദോഹ. വിവരങ്ങളുമായി വാർത്ത റിപ്പോർട്ട് ചെയ്ത മുജീബ് റഹ്മാൻ ഖത്തറിൽ നിന്ന് ചേരുന്നുണ്ട്. മുജീബ്, ഇപ്പോൾ ഇന്നലെ നമ്മൾ വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്ന് 2 മാസത്തേക്കെങ്കിലും താൽക്കാലിക ആശ്വാസമായിട്ട് 2 മാസത്തേക്കെങ്കിലും ശമ്പളം നൽകാൻ കമ്പനി തീരുമാനിച്ചിരിക്കുന്നു. തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? അവിടെ തന്നെ തുടരാനാണ് തീരുമാനം, അതോ നാട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള സന്നദ്ധത തൊഴിലാളികൾ അറിയിക്കുന്നുണ്ടോ? റമീസ്, ഈ ടാക്സി കമ്പനിയിലേക്ക് കൊണ്ടുവന്ന തൊഴിലാളികളിൽ ഭൂരിഭാഗവും മലയാളികളാണ്. 150ഓളം മലയാളികൾ ഈ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച് ഇവരിൽ 60 പേർ ഉടൻ തന്നെ നാട്ടിലേക്ക് മടങ്ങിപ്പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. അവർക്ക് ഇവിടെ തുടരാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ അവർക്ക് ഇവിടെ തുടരണമോ അല്ലെങ്കിൽ ഈ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യണമോ നാട്ടിലേക്ക് തിരിച്ചു പോകണമോ എന്ന വിഷയത്തിൽ അവർക്ക് തീരുമാനമെടുക്കാവുന്നതാണ്. കമ്പനി നേരത്തെ 2 മാസമായിട്ട് ഇവർക്ക് ശമ്പളമോ ജോലിയോ ഇല്ലാത്ത സാഹചര്യത്തിൽ തൊഴിലാളികൾ വളരെയധികം മാനസിക പ്രയാസം അനുഭവിച്ചിരുന്നു. ഇതിന്റെ സാഹചര്യത്തിലാണ് അവർ പരാതിയുമായി കമ്പനിയെ സമീപിച്ചത്. യഥാർത്ഥത്തിൽ കമ്പനിക്ക് 1000 ഡ്രൈവർമാരെ ആവശ്യമുള്ള ഒരു കമ്പനിയാണിത്. ഈ കമ്പനിക്ക് പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ അത്രയും ഡ്രൈവർമാർ ഇവിടെ എത്തിച്ചേരണമെന്നാണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം നാട്ടിൽ നിന്ന് ഇവരെ പറഞ്ഞയച്ച ട്രാവൽ ഏജൻസികളാണ് ഇവിടെ തൊഴിലാളികളോട് അനീതി കാണിച്ചിരിക്കുന്നത്. കൃത്യമായി അവരുടെ പക്കൽ നിന്ന് 70,000-ഉം 85,000 രൂപ വീതം ഇവർ കൈക്കലാക്കിയിരുന്നു. ആ സമയത്ത് ഖത്തറിലെത്തിയാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പണം ആവശ്യമാണ്, അതിനുള്ള പണം എന്ന അർത്ഥത്തിലാണ് തൊഴിലാളികളിൽ നിന്നും ഈ ട്രാവൽ ഏജൻസി പണം ഈടാക്കിയത്. എന്നാൽ ഖത്തറിൽ എത്തിയ ശേഷം 2 മാസത്തിനകം തന്നെ ഈ കമ്പനി ഇവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് നൽകുകയുണ്ടായി. അതിനുശേഷം ഈ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പണം കമ്പനി ആവശ്യപ്പെടുകയായിരുന്നു. അപ്പോഴാണ് തങ്ങൾ നാട്ടിൽ പണമായി അടച്ച വിവരം ഇവർ അറിയിക്കുന്നത്. അതേസമയം ഈ പണം കമ്പനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് കമ്പനി അധികൃതരും അറിയിക്കുകയുണ്ടായി. ഏതായിരുന്നാലും പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുകയും കമ്പനിയോട് ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവർക്ക് അടിസ്ഥാന ശമ്പളമെങ്കിലും നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണ് മുഴുവൻ തൊഴിലാളികൾക്കും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കമ്പനി അധികൃതർ വന്ന് 2 മാസത്തേക്കുള്ള 900 റിയാൽ വീതമുള്ള ശമ്പള തുക പൂർണ്ണമായി നൽകിയത്. അതിനുശേഷം ഇന്ന് രാവിലെ ഈ തൊഴിലാളികൾ ഒരു വിഭാഗം ഇന്ത്യൻ എംബസിയെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ശശികുമാറിനെ നേരിൽ കാണാനായി എത്തിയിരുന്നു. അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം ഉടൻ തന്നെ ട്രാവൽ ഏജന്റുമായി സംസാരിച്ചതായി നമ്മെ അറിയിച്ചു. ഈ ട്രാവൽ ഏജൻസിയുടെ ലൈസൻസ് തീർന്നു കിടക്കുകയാണെന്ന് ശശികുമാർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ നേരത്തെ നാട്ടിൽ നിന്ന് വന്ന കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും വന്ന ട്രാവൽ ഏജൻസി നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ തെറ്റാണെങ്കിൽ തീർച്ചയായും നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന തൊഴിലാളികൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണമെന്ന് ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? അവരുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രതികരണം ലഭ്യമാണോ?
റമീസ്, നാട്ടിൽ നിന്ന് പല വ്യത്യസ്ത ട്രാവൽസുകൾ മുഖേനയാണ് ഇവർ എത്തിച്ചേർന്നിട്ടുള്ളത്. അവരുമായി ബന്ധപ്പെടാൻ ഇപ്പോൾ നമുക്ക് സാധ്യമായിട്ടില്ല. അതേസമയം തൊഴിലാളികൾ പറഞ്ഞ വിവരമനുസരിച്ച് ഇന്ത്യൻ എംബസി നേരിട്ട് ഈ ട്രാവൽ ഏജൻസികളുമായി ബന്ധപ്പെട്ടതായാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇന്ത്യൻ എംബസി ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര പ്രവാസികാര്യ മന്ത്രാലയവുമായും ഈ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിലും ഈ വിഷയം ഇപ്പോൾ പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താൽക്കാലികമായെങ്കിലും ശമ്പളം ലഭിച്ചതിൽ ഇപ്പോൾ തൊഴിലാളികൾക്ക് ചെറിയ രീതിയിലുള്ള ആശ്വാസമാണെന്ന് പറയേണ്ടി വരും. റമീസ്. മുജീബ് റഹ്മാനാണ് ഖത്തറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. തൊഴിൽ കരാറടക്കം സൗദി ആരോഗ്യ മേഖലയിലേക്കുള്ള മുഴുവൻ വിദേശ റിക്രൂട്ട്മെന്റ് നടപടികളും അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കാൻ ആരോഗ്യമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന തൊഴിൽ മന്ത്രി എഞ്ചിനീയർ ആദിൽ ഫഖീഹ് ഉത്തരവിട്ടു. സൗദിയിലെ എല്ലാ പ്രവിശ്യകളിലും വിലക്ക് ബാധകമാണ്. ആരോഗ്യ മേഖലയിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്ന തൊഴിലാളികളുടെ യോഗ്യതയും വൈദഗ്ധ്യവും സംബന്ധിച്ച പുതിയ മാനദണ്ഡങ്ങൾ രൂപീകരിക്കുന്നതുവരെ ഓഗസ്റ്റ് 28 മുതൽ റിക്രൂട്ട്മെന്റ് നിർത്തിവെക്കാനാണ് നിർദ്ദേശം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വീട്ടുവേലക്കാരെ റിക്രൂട്ട് ചെയ്യാൻ കുവൈത്ത് പ്രത്യേക കമ്പനി രൂപീകരിക്കുന്നു. സ്പോൺസർഷിപ്പ് സംവിധാനം ഇല്ലാതാക്കുന്നതിന്റെ ആദ്യപടിയായാണ് നടപടി. 5 ലക്ഷത്തോളം വിദേശികളാണ് നിലവിൽ കുവൈത്തിൽ ഗാർഹിക മേഖലയിൽ ജോലി ചെയ്യുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഏറെ വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് സ്പോൺസർഷിപ്പ് സമ്പ്രദായം ഒഴിവാക്കുന്നതിനെക്കുറിച്ച് അധികൃതർ പഠനം തുടങ്ങിയത്. ഗാർഹിക മേഖലയിലേക്ക് ആവശ്യമാകുന്ന വിദേശികളെ റിക്രൂട്ട് ചെയ്യുന്നതിനായി മാൻ പവർ അതോറിറ്റിക്ക് സമാനമായ കമ്പനി ഉണ്ടാക്കുക എന്ന നിർദ്ദേശത്തിന് ഏറെക്കുറെ അംഗീകാരം ലഭിച്ചതായാണ് അറിയുന്നത്. പാർലമെന്റ് അംഗം കാമിൽ അലാവാദിയായിരുന്നു ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തന്റെ നിർദ്ദേശത്തിന് പൂർണ്ണ പിന്തുണ നൽകിയതായി കഴിഞ്ഞ ദിവസം പ്രാദേശിക പത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ കാമിൽ അലാവാദി പറഞ്ഞു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്പനി രൂപീകൃതമാകുന്നതോടെ ജോലിക്കാരനും വീട്ടുകാരും തമ്മിൽ തൊഴിലാളി തൊഴിലുടമ ബന്ധം മാത്രമായിരിക്കുമെന്നും ഇരുകൂട്ടരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ രാജ്യത്തുള്ള ഗാർഹിക തൊഴിലാളികളുടെ മൊത്തമെണ്ണം 5 ലക്ഷമാണ്. വർഷത്തിൽ 30,000-ഓളം വിദേശികൾ ഗാർഹിക ജോലിക്കായി കുവൈത്തിലെത്തുന്നതായാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സ്വദേശികളും വിദേശികളുമടക്കം ആയിരങ്ങൾക്ക് ആശ്വാസമാകുന്ന ചിലവ് കുറഞ്ഞ ആഭ്യന്തര ഹജ്ജ് സർവീസ് രജിസ്ട്രേഷൻ നാളെ മുതൽ ആരംഭിക്കുമെന്ന് സൗദി ഹജ്ജ് മന്ത്രാലയം വക്താവ് ഹാത്തിം ഖാദി അറിയിച്ചു. 53 ഹജ്ജ് സ്ഥാപനങ്ങൾ വഴി 42,000 പേർക്കാണ് ചെലവ് കുറഞ്ഞ ഹജ്ജ് പദ്ധതി വഴി ഹജ്ജിനുള്ള അവസരം. 2,500 മുതൽ 5,000 റിയാൽ വരെയാണ് ഈ പദ്ധതിയിൽ ഹജ്ജിനായി ഈടാക്കുക. ഹജ്ജ് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ കഴിഞ്ഞ ദിവസം പരീക്ഷണാർത്ഥം രജിസ്ട്രേഷൻ സംവിധാനം തുറന്നതായും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ 1200 അപേക്ഷകൾ രജിസ്റ്റർ ചെയ്തതായും ഹാത്തിം ഖാദി പറഞ്ഞു. രജിസ്ട്രേഷൻ വിവരങ്ങൾ തുടർ നടപടികൾക്കായി വെബ് പ്രോഗ്രാമിൽ സേവ് ചെയ്തിട്ടുണ്ട്. ചിലവ് കുറഞ്ഞ ഹജ്ജ് രജിസ്ട്രേഷന് അനുമതി ലഭിച്ച സ്ഥാപനങ്ങളായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുകയെന്നും പുതിയ പദ്ധതി പ്രകാരം ഹജ്ജ് സേവനങ്ങളുടെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ചിലവ് കുറഞ്ഞ ഹജ്ജിന് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത സമയപരിധിക്കുള്ളിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിരിക്കണമെന്ന് ഹജ്ജ് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച അതിരാവിലെ ആരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിൽ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ 2 ദിവസങ്ങൾക്കകം ഫീസ് അടക്കുകയും അടുത്ത 48 മണിക്കൂറിനുള്ളിൽ അനുമതി പത്രം കൈപ്പറ്റുന്നതടക്കമുള്ള തുടർ നടപടികൾ പൂർത്തിയാക്കുകയും വേണം. നിശ്ചിത ദിവസത്തിനകം അന്വേഷണം നടത്താത്തവരുടെ രജിസ്ട്രേഷൻ ക്യാൻസലാവുകയും പകരം സീറ്റ് മറ്റൊരാൾക്ക് അനുവദിക്കുകയും ചെയ്യും. കുറഞ്ഞ വരുമാനക്കാരായ സ്വദേശികൾക്കും വിദേശികൾക്കും വലിയ ആശ്വാസമാണ് ചിലവ് കുറഞ്ഞ ഹജ്ജ് പദ്ധതി നൽകുന്നത്. മീഡിയ 1 ജിദ്ദ. ഇറാഖിലും സിറിയയിലും ഇസ്ലാമിക ഖിലാഫത്ത് പ്രഖ്യാപിച്ച് രംഗത്തു വന്ന ഐസിസ് എന്ന സംഘം തീവ്രവാദികളും സമുദായത്തിന് അത്യന്തം അപകടകരവുമായ വിഭാഗമാണെന്ന് ബഹ്റൈനിലെ ഇസ്ലാമികകാര്യ ഹൈക്കൗൺസിൽ ഇറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. മതത്തിന്റെ പേരിൽ നിരപരാധികളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന രീതിയാണ് ഇവർ കൈക്കൊള്ളുന്നത്. ഐസിസും സമാന സംഘടനകളും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരും ഇസ്ലാമിന്റെ പേരിൽ നിയമസംഹിതയ്ക്കും മനുഷ്യത്വത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരുമാണെന്ന് കൗൺസിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. മക്കയിലെ മസ്ജിദുൽ ഹറമിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ നിർമ്മാണ ജോലികളും സെപ്റ്റംബർ പകുതിയോടെ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ഇരുഹറം കാര്യാലയം അറിയിച്ചു. ഹജ്ജ് സീസണായതിനാൽ തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യമൊരുക്കാനാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നത്. മത്താഫ് നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം മുഴുവൻ ജോലികളും ഹജ്ജിന് ശേഷമാണ് പുനരാരംഭിക്കുക. നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി തുറന്നുകൊടുക്കും.